Hello everyone, welcome to our YouTube channel. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ടൊരു കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു മുമ്പ് ഐ വിഷ് യു ഓൾ എ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ക്രാഫ്റ്റിന് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ഗ്ലിറ്റർ പേപ്പർ, ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ, പിന്നെ ഒരു A4 സൈസ് പേപ്പർ, സ്കെച്ച് പെൻസും പിന്നെ ഒരു പെന്നും പെൻസിലും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു A4 സൈസ് പേപ്പർ എടുക്കാം. എന്നിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നെയിൽസ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വര പോലെ വരുമല്ലോ. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് അതായിട്ടുണ്ടെന്ന് അർത്ഥം. ദെൻ നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ച് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് അതൊന്നുകൂടെ ഹാഫ് ആക്കിയിട്ട് ഒരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. പേപ്പർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിസേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് അത്ര വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ സിസേഴ്സ് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പിൽ എടുത്ത് കട്ട് ചെയ്യാമെന്ന്. പിന്നെ നമ്മളിത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് പെൻസിൽ പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വര അകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ടീച്ചേഴ്സ് ഡേന്ന് ഹാപ്പി ടീച്ചേഴ്സ് ഡേന്ന് എഴുതുന്നത് നമ്മൾ കട്ട് ചെയ്യാണ്ട് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് സ്കെച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഒന്ന് കളർ ചെയ്ത് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ ഒരു പെൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കാം. ഇനി കുറച്ച് സ്കെച്ച് പെൻസ് ഉപയോഗിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വരച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ യെല്ലോ കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഓരോ ഫ്ലവേഴ്സിൻ്റെ നടുക്കും ഒരു കുട്ടി കുട്ടി ഡോട്ട് പോലെ കൊടുക്കുകയാണ്. അതിനിപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അതിന് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മളൊന്ന് ഉരുട്ടി വയ്ക്കത്തില്ലേ, അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കേൾ ആയിട്ട് വരും. നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ പൊങ്ങി നിൽക്കണം നമ്മളിത് ഒട്ടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതിന് നടുക്ക് നമ്മൾ ഫെവിക്കോൾ ഇങ്ങനെ ആ വരയിലൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സൈഡിൽ കോർണറിൽ മാത്രം ഒരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് അത് ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം അത് മറ്റേ സൈഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി, അത് ഞാൻ കാണിച്ചില്ല മാത്രം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ ഡേറ്റാണ് എഴുതുന്നത്, അതായത് 5th സെപ്റ്റംബർ ടീച്ചേഴ്സ് ഡേയുടെ ഡേറ്റ് എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ടീച്ചറിൻ്റെ അടുത്ത് പറയുന്ന എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടോ അങ്ങനെ എന്തെങ്കിലും എഴുതാമെന്നാണ്. ഞാൻ മാം ഐ അഡ്മയർ യു എന്നാണ് എഴുതിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടൈ ഉണ്ടാക്കാം. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു ഓറിഗാമി പേപ്പർ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ നോർമൽ റിബണൊക്കെ കിട്ടുമല്ലോ അതുപോലെ കിട്ടുക. പക്ഷെ ഇത് സൂക്ഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഓറിഗാമി പേപ്പർ ആയതുകൊണ്ട് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്നില്ല. പിന്നെ ഇത് നമ്മൾ ടൈ ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു ക്യൂട്ട് ടൈനി ആയിട്ട് വേണം കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വള്ളി പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായി വരും. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.